പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം ഇനി അങ്ങോട്ട് ഏത് കോഴ്സ് എടുക്കാം എന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട്. റിപ്പീറ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എജുപോർട്ടിന്റെ ഒരു സൂപ്പർ ഗിഫ്റ്റാണ് ഫൈനൽ ഇസാറ്റ് എക്സാം. ഇതുപോലെ നമ്മൾ 5 ഇസാറ്റ് എക്സാമുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 6ാമത്തതും ആൻഡ് അവസാനത്തതുമായിട്ടുള്ള ഇസാറ്റ് എക്സാം ആണ്. ഇനി ഒരു ഇസാറ്റ് എക്സാം ഉണ്ടാകില്ല. എന്താണ് ഇസാറ്റ് എക്സാം? നിങ്ങൾ പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എജുപോർട്ടിന്റെ റിപ്പീറ്റർ ക്യാമ്പസിൽ 100% സ്കോളർഷിപ്പോട് കൂടി ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരമാണ്. ഇത് മിസ് ചെയ്യരുത്. നിങ്ങൾ സ്കോളർഷിപ്പ് എഴുതി നല്ല സ്കോറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് എജുപോർട്ടിന്റെ റിപ്പീറ്റർ ക്യാമ്പസിൽ നീറ്റിനാണോ ജെയ്ക്കാണോ നിങ്ങൾ ഏതാണോ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. ആൻഡ് ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ജൂൺ 7 എക്സാം വരുന്നത്. കേരളത്തിൽ ഉടനീളം സെന്ററുകൾ ഉണ്ട്, അത് മറക്കണ്ട. ആൻഡ് അത് മാത്രമല്ല, രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ കമന്റ് ബോക്സിലുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് വെച്ചോ. ആൻഡ് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എന്ത് പഠിച്ചിട്ടാണ് ഇസാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇസാറ്റ് JEE ആണ് എഴുതുന്നതെങ്കിൽ JEE റിപ്പീറ്റർ ക്യാമ്പസിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 50 ക്വസ്റ്റ്യൻ 60 മിനിറ്റ് 200 മാർക്ക്. 50 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അതിന് 1 മണിക്കൂറിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. 200 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി നീറ്റ് ആണെങ്കിൽ 60 ക്വസ്റ്റ്യൻ 60 മിനിറ്റിൽ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് 240 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. ഈ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സ്കോളർഷിപ്പ് ഉണ്ടാവുക. ആൻഡ് സിലബസ് കൂടി പറഞ്ഞു തരാം. JEE സിലബസ് കെമിസ്ട്രിയിൽ സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, ഹാലോ ആൽക്കീൻ, ഹാലോ അരീൻസ്, കോർഡിനേഷൻ ആൻഡ് കോമ്പൗണ്ട്സ്. അതേപോലെ തന്നെ ഫിസിക്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ഓൾട്ടർനേറ്റിംഗ് കറന്റ്, റയോപ്റ്റിക്സ്. ഓക്കെ, മാത്സിലാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഇന്റഗ്രൽസ്, 3D പ്രോബബിലിറ്റി. പിന്നെ അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ബേസിക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, അരിത്തമെറ്റിക്, ഓൾജിബ്ര, ജിയോമെട്രി, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് നിങ്ങൾക്ക് ബേസിക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നതെങ്കിൽ, ലോജിക്കൽ റീസണിംഗിൽ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, പസിൽസ്, ഡയറക്ഷൻസ്, റിലേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് JEE സിലബസ്. നീറ്റിന്റെ സിലബസ് കെമിസ്ട്രിയിൽ സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്, കോർഡിനേഷൻ, കോമ്പൗണ്ട്. ഫിസിക്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, AC, റയോപ്റ്റിക്സ്. ഫിസിക്സും കെമിസ്ട്രിയും സിലബസിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ആൻഡ് ബോട്ടണിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ബയോടെക്നോളജി, ബയോഡൈവേഴ്സിറ്റി. ആൻഡ് സുവോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, എവല്യൂഷൻ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ്. ആപ്റ്റിറ്റ്യൂഡിൽ വലിയ മാറ്റമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഫ്രീ രജിസ്ട്രേഷൻ ആണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ കമന്റ് ബോക്സിലുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു വെച്ചോ. ജൂൺ 7 എക്സാം. കേരളത്തിൽ ഉടനീളം സെന്ററുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഏത് സെന്ററിലാണോ എക്സാം എഴുതേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് മറക്കണ്ട, കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഇസാറ്റ് കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് വൺ മോർ തിങ്, ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. അപ്പം മറക്കണ്ട. ബൈ.